ഹായ്. അപ്പം നമ്മളിപ്പോൾ ഇന്ന് ബീവറേജിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി വരുന്നത്. എല്ലാ സ്ഥലത്തും ഇപ്പോൾ വില്ലേജിൽ എല്ലാ സ്ഥലത്തും ഒരേ നിയമമാണ്, പഞ്ചായത്തിൽ എല്ലാ സ്ഥലത്തും ഒരേ നിയമമാണ്. എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ സ്ഥലത്തും ഒരേ നിയമമാണ്. ഈ ബീവറേജുകളിൽ മാത്രം എനിക്ക് തോന്നുന്നു വടക്കഞ്ചേരിയിലുണ്ട്, ആലത്തൂരില്ല, കുഴൽമന്ദത്തുണ്ട്, പാലക്കാടില്ല. ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നുകൊണ്ട് മാത്രമാട്ടെ ഈ പറയുന്നത്. ഒരൊറ്റ നിയമം, ഒരൊറ്റ ഫോക്കസ്. എല്ലാ സ്ഥലത്തും സ്കാനർ വേണം, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും സ്കാനർ വേണ്ട. ഇതൊരൊറ്റ ബേസ് വേണം. മദ്യപിച്ചുകൊണ്ടല്ല ഈ പറയുന്നത്. പിന്നെ വേറെന്താ പറയുന്നത്? അല്ല, നമ്മളിപ്പോൾ ഒരു നിയമം, ഈ ബീവറേജിൽ നിൽക്കുന്ന ആൾക്കാരുടെ വിചാരം എന്താ അറിയുക? എനിക്ക് ഏറ്റവും കൂടുതൽ ബീവറേജിൽ നിൽക്കുന്ന ആൾക്കാരുടെ എതിർപ്പുള്ളതല്ലേ പെണ്ണുങ്ങളോടാ. അവളന്മാരുടെ വിചാരം എന്താ അറിയോ? അവളന്മാരുടെ തറവാട്ടിൽ നിന്ന് എടുത്തിട്ടാണ് സാധനം തരുന്ന അവളന്മാരുടെ വിചാരം. അതല്ല, ഞാൻ ടാക്സ് കൊടുത്ത് എൻ്റെ ടാക്സ് പണം കൂടി ചേർത്തിട്ടാണ് ഈ സാധനം തരുന്നത്. 100 രൂപയുടെ സാധനത്തിന് ഞാൻ 400 രൂപ കൊടുക്കുന്നു, 300 രൂപ ടാക്സ്. ഞാൻ ടാക്സ് കൊടുക്കുന്ന പൈസയാണ് നിങ്ങൾ ശമ്പളമായിട്ട് വെച്ചിരുന്നത്. ഈ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് ജോലിയാണ് രാജാധികാരം. എന്താ പറയുക, ഒരു കല്യാണം ആലോചിക്കുകയാണെങ്കിൽ പോലും ഗവൺമെൻറ് ജോലി വേണം. എന്താണ് ഞാൻ കൊടുക്കുന്ന ടാക്സ്? എൻ്റെ ശമ്പളത്തിൽ എൻ്റെ പണിക്കാരാണ് ഇവരെല്ലാം, അല്ലേ? അപ്പം ഞാൻ ബീവറേജ് ടാക്സ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കൊത്തുകുതിരി വാങ്ങിച്ചാൽ അതിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. ആ ടാക്സ് നിയന്ത്രിക്കാൻ മാത്രമാണ് ഇവർ ചെയ്യുന്നത്. ഇവരാരാ? ഇവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും. അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ, ഇപ്പം എൻ്റെ വീട്ടിലൊരു ജോലിക്കാരൻ വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കും. മണ്ണ് വെട്ടാൻ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാളെ റെസ്പെക്റ്റ് ചെയ്യും. മണ്ണ് വെട്ടുന്ന ഒരാളെ നമ്മൾ അങ്ങോട്ട് കൂലി കൊടുത്തിട്ട് റെസ്പെക്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ സേവനത്തിനായിട്ട് വന്ന ഒരാൾ ഇപ്പം അയാൾക്ക് ചായ കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ഇടയും മോരും വെള്ളം കളി കൊടുക്കുന്നു. ഇത് അയാൾ നമ്മളെന്തും ചെയ്യും പേടിച്ചിട്ടല്ല. നമ്മുടെ ഒരു ആവശ്യത്തിന് വന്ന ഒരാൾ. അതുപോലെ തന്നെയാണ് ഗവൺമെൻറ് സ്റ്റാഫും. ഗവൺമെൻറ് ജോലിക്കാരോട് വ്യക്തിപരമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല, ഒന്നുമില്ല. പക്ഷേ ഗവൺമെൻറ് ജോലിക്കാർക്ക് ഒരു ധാരണയുണ്ട്, ഞങ്ങളാണ് എല്ലാം, എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടി, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് എല്ലാം എന്നുള്ള ഒരൊറ്റ ധാരണ. എൻ്റെ ടാക്സ് പണം വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നത്. ഞാൻ സാധാരണ ഒരു പ്ലംബിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കൂടെ ടാക്സ് പണം ചേർത്തിയിട്ടാണ് നിങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ സർവൻ്റാണ്. ഗവൺമെൻറ് ജോലിക്കാർ എന്ന് പറയുന്ന ആൾക്കാർ ഈ ടാക്സ് കെട്ടുന്ന ആരുണ്ടോ, എൻ്റെന്ന് മാത്രമല്ല, ടാക്സ് കെട്ടുന്ന ആരുണ്ടോ അവരെല്ലാവരും സർവൻ്റാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ഈ ഗവൺമെൻറ് ജോലി ഒരു രാജാവിൻ്റെ കിരീടം വെച്ചിട്ട് ഇങ്ങനെ തലയിൽ വെച്ച് നടക്കാനുള്ളതല്ല. ഗവൺമെൻറ് ജോലിക്കാർ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ബീവറേജിൽ നിന്നാണ്. ബീവറേജിൽ ഇപ്പം നമ്മളെ സ്വപ്നത്തിൽ കണ്ടിട്ടില്ല, ബീവറേജിൽ പെണ്ണുങ്ങൾ നിൽക്കുന്നുള്ളത് നമ്മളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. പെണ്ണുങ്ങളുടെ വിചാരം എന്താ പറയുക? അവളന്മാരുടെ തറവാട്ടിൽ നിന്ന് എടുത്തിട്ടാണ് ഈ സാധനം തരുന്നതെന്നാണ്. എൻ്റെ ടാക്സ് പണം കൊടുത്ത് എൻ്റെ ഗവൺമെൻറ് ഞാൻ മുടക്കുന്ന ടാക്സ് എനിക്ക് വേണ്ട സാധനം ഞാൻ ഇത്രയും രൂപ ടാക്സ് കൊടുത്ത് മേടിക്കുമ്പോൾ റെസ്പെക്റ്റോടുകൂടി പെരുമാറുക. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആലത്തൂരിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. ഞാൻ അവരോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, സാർ ഞാൻ ഇത്രയും പൈസ തന്നിട്ടല്ലേ, ഇത്രയും പൈസ ടാക്സ് തന്നിട്ടില്ല, നിങ്ങൾ നമ്മുടെ റെസ്പെക്റ്റോടുകൂടി പെരുമാറും. എനിക്ക് തോന്നുന്നു ഒരു 300 രൂപൻ്റെ ഹാഫാണ് ഞാൻ വാങ്ങിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ 260 രൂപയോ ബില്ല് എവിടെയുണ്ട് എന്ന് ഞാൻ നോക്കിയെടുക്കാം. 200 രൂപ 200 രൂപ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ടാക്സാണ്. ഇതെങ്ങനെ ഞാൻ വാങ്ങിക്കുന്നറിയോ? മഴ കൊണ്ട്, മഴ പറ്റുമ്പോൾ മഴ നനഞ്ഞ്, എന്നിട്ട് ക്യൂ നിന്ന് ഇവരിൻ്റെ തെളിയിക്കണം. അപ്പം ടാക്സ് കൊടുക്കുന്ന ഒരാളെ റെസ്പെക്റ്റ് ചെയ്യാൻ ആദ്യം പഠിക്കണം. ആര്? പ്രത്യേകിച്ച് ബീവറേജിലുള്ള പെണ്ണുങ്ങൾ. എനിക്ക് തോന്നുന്നു ആണുങ്ങൾ അവരൊക്കെ ഈ എണ്ണം അടിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവർ വലിയ പ്രശ്നമില്ലാന്ന് വിചാരിക്കണം. കാരണം നമുക്ക് പെണ്ണുങ്ങളില്ല, അവൻ്റെ വിചാരം എന്താ അറിയോ? എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടി, ഞാൻ ബീവറേജിലാണ്, അപ്പോൾ ഈ വരുന്ന ആൾക്കാർക്ക് പിന്നെ അടിമകൾ അല്ല. ഇവൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇത് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്വത്ത് നിന്ന് അടുത്തൊരു ഇത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ കാണിക്കും. എൻ്റെ കൂടി ടാക്സ് പണം കൊണ്ട് ഇവരെ ശമ്പളം പഠിച്ച് നിൽക്കുമ്പോൾ എന്നെ റെസ്പെക്റ്റ് ചെയ്യണം അവർ. അപ്പം ഇതെല്ലാം ഷെയർ ചെയ്യുക. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ അറിയൂ. അപ്പം ഇതെല്ലാം ദയവ് ചെയ്തൊന്ന് ഷെയർ ചെയ്യണം. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ ബീവറേജ്
പെണ്ണുങ്ങൾ ബീവറേജ് ഒന്നും കൂടി പറയാം, മദ്യപിക്കുന്ന എനിക്ക് കല്യാണം ആയിരം രൂപ ആരാണ് മഹേഷ്, ഇവൻ മദ്യപിക്കുന്ന ആളാണ്, അവന് പെണ്ണ് വേണ്ട. മദ്യം വിൽക്കുന്നത് അവളെ എവിടെയാണ് നിൽക്കുന്നത്, മറ്റേ ആലത്തൂർ ബീവറേജിൽ. ബീവറേജിലാണോ മദ്യം വിൽക്കുന്ന ആളാണോ? അപ്പം വിൽക്കുന്ന ആൾ മാന്യനും ഇത് വാങ്ങിച്ച് കുടിക്കുന്ന ആൾ മോശം എന്നുള്ള കൺസെപ്റ്റും നമ്മുടെ കേരളത്തിൽ നിന്ന് മാറണം. ഇത് ഞാൻ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടോ പറയുന്നത്. ഓക്കെ ബൈ. കുറേ നാളെ യൂട്യൂബിലൊക്കെ വന്നിട്ട്, അപ്പം ഇന്നിപ്പോൾ ഒന്ന് ഫ്രീ ആയപ്പോൾ ഒന്ന് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ബൈ. അപ്പം മദ്യം, ബീവറേജിലുള്ള സ്ത്രീകൾ, ഞാൻ കൊടുക്കുന്ന ടാക്സ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മൾ ആരും ഇവിടെ അടിമുണെന്നുള്ള മറ്റേ എന്താണ് ഗവൺമെൻറ് ഓഫീസിൻ്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ തലകെട്ട് കുനിച്ച് നിൽക്കേണ്ട ഒരൊറ്റ ആവശ്യമില്ല. എൻ്റെ ടാക്സും ഉണ്ട്, ഞാൻ കിട്ടുന്ന ടാക്സും കൊണ്ടാണ് അവർ ശമ്പളം വാങ്ങിച്ച് അവർ ഇതാക്കുന്നത്. അപ്പം നമ്മളെ അവർ റെസ്പെക്റ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ വീട്ടിലൊരു മരം വെട്ടുകാരൻ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മണ്ണെടുക്ക ഒരാളെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യും. നമ്മൾ അങ്ങോട്ട് കൂലി കൊടുത്തിട്ടാണ് നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ബഹുമാനത്തിൻ്റെ പുറത്ത് കേരളത്തിലൊരു ശൈലി അങ്ങനെയാണ്. അതുകൊണ്ട് മാത്രം റെസ്പെക്റ്റ് ചെയ്യുന്നു. അല്ലാതെ ഈ ഗവൺമെൻറ് ജോലി കിട്ടി എനിക്കെല്ലാം ആയി എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും ആർക്കും വേണ്ട. ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. അപ്പം ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ബീവറേജിൽ ഓളുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോലെയാണ് ഓള് പറയുന്നത്. ബീവറേജ് സാധനമൊക്കെ ഓള് ഫ്രീ ആയിട്ട് തരുന്ന പോലെ പറയും. നിനക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞതാ, നിനക്ക് വേണമെങ്കിൽ മേടിച്ചിട്ട് ഓടാമെന്ന്. അത് പറയാൻ പറ്റില്ല. എനിക്ക് വേണ്ട സാധനം എന്താണെന്ന് ഞാൻ ടാക്സ് കൊടുക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട സാധനം തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ എനിക്ക് വേണം. അല്ലാതെ എൻ്റെ അടുത്ത് പറഞ്ഞതാ, നിനക്ക് വേണമെങ്കിൽ മേടിച്ചിട്ട് പോടാമെന്ന്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒന്നും കൂടി ഞാൻ ഓളുടെ അടുത്ത് പോകും. അങ്ങനെയാണ് ഓളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഓൾ ഇതേപോലത്തെ മറുപടിയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഞാൻ ഓളുടെ മേലെ ലീഗലായിട്ട് ഞാൻ കേസ് കൊടുക്കും. വക്കീലുണ്ട്, എനിക്ക് കാര്യങ്ങളുണ്ട്. ഞാൻ വക്കീലിൻ്റെ അടുത്ത് കേസ് കൊടുക്കും. സാർ എൻ്റെ അടുത്ത് ഇങ്ങനെ മോശം, ഞാൻ എത്ര ടാക്സ് കൊടുത്തിട്ട് അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ, എനിക്ക് 10 ദിവസമെങ്കിലും അവരെ ജോലി ഇല്ലാണ്ട് ആക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. വേണമെങ്കിൽ മേടിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഓളുടെ തറവാട്ടിൽ നിന്ന് അത് കൊണ്ട് തരുന്നത് അല്ലല്ലോ. ഞാൻ ടാക്സ് പൈസ കൊടുത്ത് എൻ്റെ ഗവൺമെൻറ് ഞാൻ ടാക്സ് പൈസ എൻ്റെ കൂടെ പൈസ കൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. അല്ലാണ്ട് എവിടെ നിന്ന് കുഴിച്ചെടുക്കുന്ന പൈസയൊന്നുമല്ല. അപ്പം ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. കാരണം എല്ലാവരും മദ്യപിക്കുന്ന ആൾക്കാരാണ്. ഇതിപ്പം ഞാൻ വെള്ളം അടിച്ചത് കൊണ്ടല്ല കേട്ടോ പറയുന്നത്. വെള്ളം അടിച്ചില്ല, അടിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പം അടിക്കും. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഇപ്പം അടിക്കും. അപ്പം പിന്നെ ഓക്കെ.